പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് മെമ്മിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത് ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. VO എക്സാമിനേഷൻ്റെ ട്രിവാൻഡ്രം കോഴിക്കോട് ഒരു VO എക്സാമിനേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികളും ഇതിനകത്ത് മെമ്മിനകത്ത് തരുന്ന ഓരോ പോയിന്റുകളും പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് എക്സാമിനേഷൻ അതൊരു പോയിൻ്റാക്കി ഒരു മാർക്കാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഹാജാസ് PSCയുടെ മെം എന്ന സെഗ്മെൻറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നോക്കാം ക്വസ്റ്റ്യൻ. ഹീ ഈസ് ദ ഡാഷ് ഓഫ് ദ 3 ബ്രദേഴ്സ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വളരെ പ്രാധാന്യത്തോടെ നോക്കേണ്ടത് നമ്മുടെ ഓപ്ഷനുകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഓപ്ഷനുകളെ ഒന്ന് ഗൗരവമായിട്ട് നോക്കുക. ഓഫ് ദ 3 ബ്രദേഴ്സ്, 3 സഹോദരങ്ങളിൽ. ഹീ ഈസ് ദ ഡാഷ് ഓഫ് ദ 3 ബ്രദേഴ്സ്, 3 സഹോദരങ്ങളിൽ റിച്ചസ്റ്റ് ആണോ, മോർ റിച്ച് ആണോ, റിച്ചറാണോ? ഇതാണ് 3 സഹോദരങ്ങളിൽ ഏറ്റവും റിച്ചായിട്ടുള്ളവൻ. അപ്പോൾ എന്ത് പറയണം? 3 പേരിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് റിച്ചസ്റ്റ് എന്നാണ് കേട്ടോ. റിച്ചസ്റ്റ്, ഇതാണ് കറക്റ്റായ ഉത്തരം. 3 പേരിൽ ഏറ്റവും റിച്ച്. 2 പേരായിരുന്നെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. 3 പേരിൽ ഏറ്റവും സമോന്നതൻ എന്ന അർത്ഥത്തിൽ നമ്മൾ റിച്ചസ്റ്റിനെ വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഹീ ഈസ് ദ റിച്ചസ്റ്റ് ഓഫ് ദ 3 ബ്രദേഴ്സ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിക്കോണം. 2 പേരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മോർ എന്ന് പറയുന്ന രൂപത്തിലുള്ള വേർഡ് വേണം തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ അത് മാത്രമല്ല, ഇവിടെ ദ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ തന്നിട്ടുണ്ട്. അതൊരു ഇൻഡിക്കേഷനാണ്. അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എന്നതിൻ്റെ ഇൻഡിക്കേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ശരിയായ ഉത്തരമായി ദ റിച്ചസ്റ്റ്, അതാണ് കറക്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി. ഓക്കെ, മേഘാവൃതമായിരുന്നെങ്കിലും വി ഡാഷ് ഫോർ എ വാക്ക്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് ഇതൊരു വാസ് എന്ന് പറയുന്നൊരു പദപ്രയോഗമുള്ളത് കൊണ്ട്, ഒരു വേർഡ് ഉള്ളത് കൊണ്ട് ഇത് പാസ്റ്റാണ് എന്ന് നമുക്ക് പറയാം. പാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് വരേണ്ടതും പാസ്റ്റ് ആയിരിക്കണം. അതിനകത്ത് യാതൊരു സംശയവും നമുക്കില്ല. കോമയ്ക്ക് മുമ്പ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് കോമയ്ക്ക് ശേഷവും പാസ്റ്റ് വരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം, ഒരു സെൻറ്റൻസിൽ ആദ്യം നടക്കുന്നത് എന്താണോ, ആദ്യം നടന്നത് എന്താണോ, അത് നമ്മൾ എന്തിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് പാസ്റ്റ് അല്ല, ഗോ പാസ്റ്റ് അല്ല, വിൽ ബി ഗോയിങ് ഫ്യൂച്ചറാണ്. വെൻറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് അല്ല. പാസ്റ്റ് പെർഫെക്റ്റ് വരണമെങ്കിൽ ഹാഡും V3യും വരണം. അപ്പോൾ ശരിയായ ഉത്തരം ഹാഡ് ഗോണാണ്. ശ്രദ്ധിക്കണം, ഒരു കോമയ്ക്ക് മുമ്പ് പാസ്റ്റ്, കോമയ്ക്ക് ശേഷവും പാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി, ക്ലൗഡി ആയിരുന്നെങ്കിലും നമ്മൾ നടക്കാൻ പോയി എന്നാണ്. അപ്പോൾ ഹാഡ് ഗോൺ, ആദ്യം നടക്കുന്നത്, രണ്ടാമത് നടക്കുന്നത് സിമ്പിൾ പാസ്റ്റിലും ആദ്യം നടക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലുമായിരിക്കണം. പാസ്റ്റ് പെർഫെക്റ്റിൽ തന്നിരിക്കുന്നത് ഇവിടെ ഹാഡ് ഗോണാണ്. അതുകൊണ്ട് ഹാഡും V3യും വന്നു കഴിഞ്ഞാലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഏതാണ്? ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് മസാക്കർ. മസാക്കർ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, സ്കൂൾ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. മസാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടക്കുരുതി എന്ന് പറയും. കൂട്ടക്കുരുതി, കൂട്ടക്കുരുതി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡാണ് മസാക്കർ. മസാക്കർ എന്ന് പറയുന്ന, അതിന് കറക്റ്റായിട്ട് ആറൊന്നും പറയാറില്ല എന്നാണ് പറയുന്നത്. മസാക്ക് എന്നൊക്കെ പറയുന്നത്, നമ്മൾക്ക് മസാക്കർ എന്ന് പറയാം. മസാക്കർ എന്ന് പറഞ്ഞാൽ കൂട്ടക്കുരുതി. സ്പെല്ലിങ് മാസ് എഴുതുക, ഓക്കെ, എന്നിട്ട് എ എഴുതുക, ക്രീ എഴുതുക. അങ്ങനെയാണ് എൻ്റെ ഒരു ഫോമാറ്റ് കേട്ടോ. മാസ് എഴുതുക, എ എഴുതുക, ക്രീ എഴുതുക. CRE, ക്രൈ അല്ല, CRE, ക്രീ എന്ന് എഴുതുക.
MASSACRE, മാസാക്കർ. ക്ലിയർ ആണല്ലോ? നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ നോയിസ് കോസ്ഡ് ഓൾ ദ നൈബേഴ്സ് ടു. അവിടെ ഉണ്ടായ ബഹളം അടുത്തുള്ള നൈബേഴ്സിനെ എല്ലാം ഭ്രാന്ത് പിടിപ്പിച്ചു അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിച്ചു എന്നാണ്. അതിന് കൊടുക്കാൻ പറ്റുന്ന, പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന വാക്ക് ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഗോ നട്ട്സിനെ തിരഞ്ഞെടുക്കാം. ഗോ നട്ട്സ് എന്ന് പറഞ്ഞാൽ ടു ബിക്കം വെരി ആംഗ്രി എന്നാണ്. ഗോ നട്ട്സ് പഠിക്കണേ. ഗോ നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ബിക്കം വെരി ആംഗ്രി, ദേഷ്യം പിടിപ്പിക്കുക. ടു ബിക്കം വെരി ആംഗ്രി അല്ലെങ്കിൽ ക്രേസി എന്നാണ്, ദേഷ്യം പിടിപ്പിക്കുക എന്നാണ്. എന്നാൽ ബോയിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ, ബോയിൽ ഔട്ട് ഇവിടെ ഉണ്ടല്ലോ, തകർച്ചയിൽ വരുന്ന, തകർച്ചയിൽപ്പെടുന്ന പ്ലെയിനിൽ നിന്നും, എയറോപ്ലെയിനിൽ നിന്നും പുറത്തേക്ക് ചാടുക എന്നാണ്. അതിനാണ് ബെയിൽ ഔട്ട് എന്ന് പറയുക, ബെയിൽ ഔട്ട്. അടുത്തത് മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതിരിക്കുക, അതിനെയാണ് മിസ് ദ ബോട്ട് എന്ന് പറയുക. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതിരിക്കുക എന്നാണ്. ഓക്കെ. മൂവ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക. ഓക്കെ, നേരത്തെ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഒരു നിയമത്തിൽ മാറ്റം വരുത്തുക എന്നതിന് പകരമായിട്ടാണ് നമ്മൾ മൂവ് ദ ഗോൾ പോസ്റ്റ് എന്ന് കൊടുക്കുന്നത്. ഇവിടെ ദ നോയിസ് കോസ്ഡ് ഓൾ ദ നൈബേഴ്സ് ടു ഗോ നട്ട്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായൊരു ബഹളം, ഒരു ശബ്ദം, അത് നൈബേഴ്സിനെ ദേഷ്യം പിടിപ്പിക്കാൻ കാരണമായി എന്നാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ്. ഓക്കെ, ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ്. ഫ്രേസൽ വെർബാണ്. ഗേവ് ഡാഷ് ദ പ്രൈസ്. ഇവിടെ നമുക്ക് ഗേവ് എവേ എന്ന് പറയാം. ഗേവ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതരണം ചെയ്തു എന്നാണ്. നൽകിയെന്നോ സമ്മാനം കൊടുത്തു എന്ന് പറയില്ലേ, അതാണ്. ഗേവ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം നൽകുക എന്നാണ്. സമ്മാനം നൽകുക. അപ്പോൾ ഏതാണ് കറക്റ്റ്? ദ ചീഫ് ഗസ്റ്റ് ഗേവ് എവേ ദ പ്രൈസ് എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം. ഇനി ഗേവ് ഔട്ട് എന്ന് പറയാം. ഗേവ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പോവുക എന്നാണ്. ഗേവ് ഔട്ട് എന്ന് പറഞ്ഞാൽ തീർന്നു പോവുക എന്നാണ്. എന്നാൽ ഗേവ് ഓവർ എന്ന് പറഞ്ഞാൽ നിർത്താൻ ആവശ്യപ്പെടുക എന്നാണ്. നിർത്താൻ ആവശ്യപ്പെടുക എന്നാണ്. ഓക്കെ. അടുത്തത് ഗേവ് ടു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുക. അതിനാണ് നമ്മൾ ഗേവ് ടു എന്ന് പറയുക. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുക. ഗേവ് എവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ഗേവ് എവേ എന്ന് പറഞ്ഞാൽ? ഗേവ് എവേ ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ സമ്മാനം നൽകുക എന്നാണ് കേട്ടോ. ഗേവ് എവേ എന്ന് പറഞ്ഞാൽ സമ്മാനം നൽകുക എന്നാണ്. ഗേവ് ഔട്ട് എന്ന് പറഞ്ഞാൽ നിർത്താൻ ആവശ്യപ്പെടുക. ഗേവ് ഓവർ എന്ന് പറഞ്ഞാൽ നിർത്താൻ ആവശ്യപ്പെടുക. ഗേവ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പോവുക. ഗേവ് ടു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാവ് യു ടോൾഡ് ഹിം എബൌട്ട് ഡാഷ് ആക്സിഡൻറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു ആർട്ടിക്കിളാണ് ചൂസ് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക ആക്സിഡൻറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുതയെ സൂചിപ്പിക്കുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക തമാശ കേട്ടവൻ ചിരിച്ചു, അപ്പോൾ അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ദ ആണ്, അല്ലേ? അപ്പോൾ ഹാവ് യു ടോൾഡ് ഹിം എബൌട്ട് ആക്സിഡൻറ്റ്. അപ്പോൾ ആ ആക്സിഡൻറ്റിനെ കുറിച്ച്, ഇപ്പം ഹാവ് യു ടോൾഡ് ഹിം എബൌട്ട് ദ ആക്സിഡൻറ്റ്, ആ ആക്സിഡൻറ്റിനെ കുറിച്ച് അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്നാണ്. ഹാവ് യു ടോൾഡ് ഹിം അല്ല, നീ അവനോട് പറഞ്ഞിരുന്നു എന്നാണ്. ഹാവ് യു ടോൾഡ് ഹിം, നീ അവനോട് പറഞ്ഞിരുന്നു ആ ആക്സിഡൻറ്റിനെ കുറിച്ച്. ഏതോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ കാരണം. അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇവിടെ ആൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നീ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് അവനോട് പറഞ്ഞിരുന്നു എന്നായി പോവും. അങ്ങനെ വേണ്ട, അല്ലേ? ശരി, നോക്കാം.
ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ ഡാഷ് യു. ഇവിടെ നോക്കണം, ഇഫ് ക്ലോസ് ചേർത്ത് എഴുതാനുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ഒന്നാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ട് ഇഫ് എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്, ഇവിടെ ഒരു മെയിൻ ക്ലോസും ഉണ്ട്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം ഇല്ലാത്തത്. സമ്പൂർണ്ണമായ അർത്ഥം ഉള്ളതാണ് ഈ പറയുന്ന മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസിൽ ശ്രദ്ധിക്കണം, മെയിൻ ക്ലോസിൽ വുഡ് വന്നിട്ടുണ്ട്, പ്ലസ് വെർബിൻ്റെ V1 ഫോമും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡും V1 ഫോമും വന്നാൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കോമ കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ കോമയുടെ ഒരു ഭാഗത്ത് വരുന്ന ഇഫ് ചേർന്ന് വരുന്നിടത്ത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. ഐ വന്നതുകൊണ്ട് വെയർ എന്ന് വേണം ഉപയോഗിക്കാൻ. വെയർ. ഐ വാസ് യു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട്, നമുക്കറിയാം. ഐ വെയർ യു. അപ്പോൾ വുഡ് പ്ലസ് V1 മെയിൻ ക്ലോസിൽ വന്നതുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസിൽ വെയർ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. വെയർ. ഐ വന്നതുകൊണ്ട് വെയർ ആണ് ഇവിടെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കാം, 8ാമത്തെ ചോദ്യം. ഹി വാസ് അക്കമ്പനീഡ് ഡാഷ് ഹിസ് വൈഫ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കമ്പനീഡ്. അക്കമ്പനീഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രപ്പോസിഷൻ ബൈ ആണ്. അക്കമ്പനീഡ് ബൈ. അദ്ദേഹത്തോടൊപ്പം ഭാര്യയും ഉണ്ടായിരുന്നു. ഹി വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ് എന്നാണ്. അപ്പോൾ അക്കമ്പനീഡ് കഴിഞ്ഞാൽ എന്ത് വരണം? ബൈ വരണം. അങ്ങനെ പഠിച്ചോണം. കുറേ മെമ്മുകൾ കഴിയുമ്പോൾ നമ്മൾ കുറേ നിയമങ്ങളൊക്കെ പഠിച്ച് സെറ്റാവും. ഹി വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ് എന്നാണ് ശരിയായ രൂപം. ഹി വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ്. ഈ ക്ലാസ്സിൻ്റെ അവസാനം വരെ കാണണം. അവസാനം ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയുന്നുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ദിസ് ഈസ് ദ ബോയ്. ഓക്കെ. ഡാഷ് വോൺ ദ ഗോൾഡ് മെഡൽ. ഓക്കെ. ഇവിടെ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊരു റിലേറ്റീവ് പ്രൊനൗൺ വേണം. ഇവിടെ ആ ബോയിയാണ് സൂചിപ്പിക്കേണ്ടത്. മാത്രവുമല്ല, ഡാഷിന് മുമ്പ് ഒരു സബ്ജക്റ്റ് വരുമ്പോൾ അതൊരു മനുഷ്യനാവുകയും, മനുഷ്യൻ, കേൾക്കണേ, അതൊരു ട്രിക്കാണ്. ഡാഷിന് ശേഷം ഒരു ക്രിയ വരികയും ചെയ്താൽ അത് ഹൂ ചേർക്കണം എന്നതിൻ്റെ ഇൻഡിക്കേഷനാണ്. ദിസ് ഈസ് ദ ബോയ്. ഇതാണ് ആ കുട്ടി. ആര്? ഹൂ വോൺ ദ ഗോൾഡ് മെഡൽ. ഗോൾഡ് മെഡൽ നേടിയ കുട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഡാഷിന് മുമ്പ് ദിസ് ഈസ് ദ ബോയ്, ആ ബോയ് അവിടെ നിർത്തുകയാണ്. അവനെയാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഹൂ എന്ന് വേണം ചേർക്കാൻ. അതുമല്ലെങ്കിൽ, അത് മനസ്സിലായില്ലെങ്കിൽ ഡാഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. അതൊരു മനുഷ്യനാണോ നോക്കുക. മനുഷ്യനാണ്. ഡാഷിന് ശേഷം ഒരു വെർബിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. തൊട്ടടുത്തൊരു വെർബ് ഉണ്ടോ നോക്കുക. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഹൂവേ വരത്തുള്ളൂ. അങ്ങനെയാണ് മിക്കവാറും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ അനോണിം ഓഫ് പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? റെസ്പെക്റ്റ് ഓൺ സെൽഫ് എന്ന് പറയും. പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ഓൺ സെൽഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വയം പുകഴ്ത്തുക എന്ന് വേണമെങ്കിൽ പറയാം. പുകഴ്ത്തുക, സ്വയം പുകഴ്ത്തുക, അതാണ് പ്രൈഡ് എന്ന് പറഞ്ഞാൽ. അതിന് പകരമായി കൊടുക്കാവുന്ന ഓപ്പോസിറ്റ് ഏതാണ്? പ്രൈഡിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഡേർട്ടി ആണോ, ഹ്യൂമിലിറ്റി ആണോ, റഫ് ആണോ, ഹോട്ടാണോ? ശരിയായ ഉത്തരം ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വിനയം. അപ്പോൾ പ്രൈഡിൻ്റെ ഓപ്പോസിറ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറോടുകൂടി അങ്ങ് പഠിച്ചോണം. പ്രൈഡിൻ്റെ ഓപ്പോസിറ്റ് വിനയം. പ്രൈഡിൻ്റെ ഓപ്പോസിറ്റ് വിനയം എന്ന് പറയണം. പ്രൈഡ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക, സ്വയം പുകഴ്ത്തുക. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയം. ക്ലിയറാണ്? അപ്പോൾ 10 ചോദ്യങ്ങളും വ്യക്തമായ നിയമം കേട്ട് പഠിച്ചല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11ാമത്തെ ചോദ്യമാണ്, ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ്. കുറേ കീസ് ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞുപോയി. അതിൻ്റെ ഒരു കൂട്ടം കളഞ്ഞുപോയി. അവിടെ ഒരു കളക്റ്റീവ് നൗണാണ് വേണ്ടത്. താക്കോലിൻ്റെ കൂട്ടം. താക്കോലിൻ്റെ കൂട്ടത്തെ പറയുന്ന വാക്കാണ് ബഞ്ചസ് ഓഫ് കീസ് എന്ന് പറയും. ബഞ്ചസ്. ഓക്കെ, അപ്പോൾ താക്കോൽ കൂട്ടം കളഞ്ഞുപോയി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് ബഞ്ച് എന്നാണ്. ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയാൻ. ക്ലിയർ ആണുണ്ട്?
12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മീനിങ് ഓഫ് സെനിസൈഡ്. ഈ CIDE എന്ന് പറഞ്ഞാൽ എല്ലാം കൊല്ലുക എന്ന അർത്ഥവുമായിട്ട് വരും. പെസ്റ്റിസൈഡ്, ജേർമിസൈഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടില്ലേ. ഇൻസെക്ടിസൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇൻസെക്റ്റുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം, അതാണ് ഇൻസെക്ടിസൈഡ്. സെനിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെനിസൈഡ് എന്ന് പറഞ്ഞാൽ പ്രായമായ ആളിനെ കൊല്ലുന്നത്. ഓൾഡ് മാൻ, കില്ലിങ് ആൻ ഓൾഡ് മാൻ. കില്ലിങ് ആൻ ഓൾഡ് മാനിനെയാണ് നമ്മൾ സെനിസൈഡ് എന്ന് പറയുക. ക്ലിയർ ആണ്? സെനിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിങ് ആൻ ഓൾഡ് മാൻ എന്നാണ്. ഇന്ത്യ വോൺ ദ മാച്ച്. ഇന്ത്യ കളി ജയിച്ചു. ഇതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതേണ്ടത്? ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ മാച്ച് എന്ന് പറയുന്നതാണ്. ഇതാണ് ഇതിനകത്ത് ഒബ്ജക്റ്റ്. ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് സബ്ജക്റ്റ്. ഓൺ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് വെർബ്. ഇതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റണം. പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ആദ്യം നമ്മൾ ദ മാച്ച് എഴുതണം. ദ മാച്ച്, നോക്കിക്കോണേ, ദ മാച്ച്. അത് കഴിഞ്ഞിട്ട് എന്തെഴുതണം? ഇവിടെ നോക്കണം. ദ മാച്ച്, ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് അല്ലേ? ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് മാറാൻ പാടില്ല. ടെൻസിൻ്റെ രൂപം ഒന്നും മാറരുത്. അപ്പോൾ ദ ഓബ്ജക്റ്റ് നോക്കുക, ദ മാച്ച്, അത് സിംഗുലറാണ്. അതുകൊണ്ട് നമ്മൾ വാസ് എഴുതുക. പാസ്റ്റാണ്. ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് ആയതുകൊണ്ട് പാസീവ് വോയിസിലോട്ട് മാറ്റേണ്ടതും പാസ്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് നോക്കിയിട്ട് ഒബ്ജക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ വാസ് എഴുതി. അടുത്തത് വെർബ് എഴുതുക, ഓൺ. എന്നിട്ട് ബൈ റിമൈനിങ് പാർട്ട്. ആരാണ് സബ്ജക്റ്റ്? ബൈ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ എന്ന് എഴുതണം. ഏതാണ് ശരിയായ ഉത്തരം? മൂന്നാമത്തേത്. ദ മാച്ച് വാസ് വോൺ ബൈ ഇന്ത്യ. ഓക്കെ, ശരി. അപ്പോൾ ഇന്ത്യ വോൺ ദ മാച്ച് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് മാറിപ്പോകരുത്. ടെൻസ് മാറാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം ഒബ്ജക്റ്റിനെ എഴുതുക, പിന്നെ വെർബ് പറയുക, പിന്നെ സബ്ജക്റ്റ് പറയുക. അതാണ് എന്തിൻ്റെ രൂപം? പാസീവ് വോയിസിൻ്റെ രൂപം. ഇവിടെ ആദ്യം നമ്മൾ ഏത് ഒബ്ജക്റ്റ് എഴുതി? ദ മാച്ച് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എഴുതി. മാച്ച് എന്ന് പറയുന്ന ഒന്നല്ലേ, ഒരു വസ്തുവല്ലേ, അതുകൊണ്ട് വാസ് ചേർത്തു. മാച്ച് ഒന്നിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ വേറെ ചേർക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഐ ആം ഓൾവൈസ് ഡാഷ് ട്രബിൾ വിത്ത് മൈ നൈബേഴ്സ്. എനിക്ക് എല്ലായ്പ്പോഴും എൻ്റെ അയൽവാസികളുമായി പ്രശ്നമുണ്ട് എന്നാണ് വരേണ്ടത്. അതാണ് ഓൾവൈസ്, എല്ലായ്പ്പോഴും. ഈ ഓൾവൈസ് എന്ന് പറയുന്ന ഒരു കീ വേർഡാണ്. എന്തിലാണ് ഇത്? സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം, ആമൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടും അറിയാം പ്രസൻ്റ് ആണ് അല്ലേ? ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരേണ്ടതാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഐ ആം പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് BE ഫോം പ്ലസ് BE ഫോം എന്നാണ്. BE ഫോം പ്ലസ് ഓൾവൈസ് അല്ലേ, പ്ലസ് വെർബ് പ്ലസ് ING, വെർബ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് വെർബ്. ഇങ്ങനെ പോകേണ്ടതാണ്. അത് റിമൈനിങ് പാർട്ട്. അങ്ങനെ പോകണം. ഇവിടെ നോക്കാം, ഐ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, BE ഫോം ഉണ്ട്, ആമെന്ന് പറയുന്നത്, ആറെന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ്? B ഫോമാണ്. അപ്പോൾ B ഫോം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൾവേസ് ഉണ്ട്. ഇനി ഇവിടെ കുറവെന്ന് പറയുന്നത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആവാൻ കുറവെന്ന് പറയുന്നത് വെർബിൻ്റെ കൂടെ ING, ഓക്സിലറി വെർബിൻ്റെ കൂടെ ING കൂടി ചേർന്ന് പറയണം. അപ്പോൾ ING ആണ് അവിടെ വരേണ്ടത്. ഹാവിങ്. ഐ ആം ഓൾവേസ് ഹാവിങ്. എനിക്കിപ്പോഴും എപ്പോഴും പ്രശ്നമുണ്ട്. ട്രബിൾ വിത്ത് മൈ നൈബേഴ്സ്. എൻ്റെ നൈബേഴ്സുമായി എനിക്കെപ്പോഴും പ്രശ്നമുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത് നോക്കാം. എയ്തർ യു ഓർ ഷീ ഡാഷ് ഗോട്ട് ദ ബോക്സ്. വളരെ കൃത്യമായിട്ട് നോക്കി പറയണം. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എയ്തർ ഓർ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. എയ്തർ യു ഓർ ഷീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയ്തർ ഓർ ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നേരത്ത്, എയ്തർ ഓർ ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്ന നേരത്ത് രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, ഷീ. രണ്ടാമത്തേത് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടുത്തെ വെർബിനെ തിരഞ്ഞെടുക്കാൻ. എയ്തർ യു ഓർ ഷീ ഡാഷ് ഗോട്ട് ദ ബോക്സ്. ഇവിടെ രണ്ടാമത്തേത് സിംഗുലർ അല്ലേ? ഷീ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? പ്ലൂറൽ വന്നിരുന്നെങ്കിൽ നമുക്കിവിടെ പ്ലൂറൽ വെർബ് വേണം. ഇവിടെ സിംഗുലർ വന്നതുകൊണ്ട് സിംഗുലർ വെർബ് മതി, ഹാസ് മതി.
ശരിയായ ഉത്തരം ഹാസ്. അപ്പോൾ എയ്തർ യു ഓർ ഷീ ഹാസ് ഗോട്ട് ദ ബോക്സ് എന്ന് വരും. ക്ലിയർ ആണ്? ഓക്കെ ആണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചോദ്യം നോക്കാം. ഐ ഡാഷ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ പാസ്റ്റാണ് വരേണ്ടത്. ഞാൻ അക്കാലങ്ങളിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാണ് വരേണ്ടത്. പാസ്റ്റിൽ റെഗുലറായി നടക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ യൂസ്ഡ് ടു ചേർക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, പാസ്റ്റിൽ പതിവായി നടക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ എന്ത് വേണം? യൂസ്ഡ് ടു ചേർക്കണം. ഐ യൂസ്ഡ് ടു മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. അക്കാലത്ത് സ്ഥിരമായി ഞാൻ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്. ഒരാളുടെ ഭാര്യ മരണപ്പെട്ടു പോയി. ഭാര്യ മരണപ്പെട്ടു പോയ വ്യക്തികളെ എന്താണ് പറയുക? നമ്മൾ പറയാറുണ്ട് വിഡോവർ എന്ന് പറയും. വിഡോവർ. നമ്മൾ മലയാളത്തിൽ അതിനെ വിഭാര്യൻ എന്ന് പറയും. ഭാര്യ മരണപ്പെട്ടു പോയവൻ വിഭാര്യൻ, വിഡോവർ എന്ന് പറയും. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്. ഭാര്യ മരണപ്പെട്ടു പോയ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഡോവർ. ഐ ഡോണ്ട് ലൈക്ക് ടീ. എനിക്ക് ടീ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ടീ. ഹീ സെഡ്. അവൻ പറഞ്ഞു. അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തന്നിരിക്കുന്ന ഈ കൊട്ടേഷൻ മാർക്കിനകത്ത് തന്നിരിക്കുന്നതെന്ന് നോക്കുക. അതൊരു സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ പറയണം, ഹീ സെഡ്. ഇത് കഴിഞ്ഞ് വരുന്ന കൊട്ടേഷനകത്ത് വരുന്നതിന് മുമ്പ് ദാറ്റ് ചേർക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം റിപ്പോർട്ട് സ്പീച്ച് എഴുതാൻ. ഹീ സെഡ് ദാറ്റ്. അടുത്തത് എന്താണ് അവൻ പറഞ്ഞത്? അവന് ചായ ഇഷ്ടമല്ല എന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഐ എന്ന് പറയുന്ന അവനാണ്. അപ്പോൾ അത് ഹീ ആയി മാറും. ഡോണ്ട്, ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അത് എന്തായി മാറും? സിമ്പിൾ പാസ്റ്റായി മാറണം. അപ്പം ഡിഡിൻ്റ് എന്ന് പറയണം. ബട്ട് അതൊരൊറ്റ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇവിടെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇൻഡിക്കേഷനാണ് ഡോണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുമ്പോൾ അത് ഡിഡിൻ്റ് എന്ന് മാറും. ബാക്കിയെല്ലാം പഴയതുപോലെ. ദെൻ ദ റിമൈനിങ് പാർട്ട്. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഹീ ഡിഡിൻ ലൈക്ക് ദ ടീ. അത്രേ ഉള്ളൂ. ഹീ സെഡ് ദാറ്റ് ഹീ ഡിഡിൻ ലൈക്ക് ദ ടീ. മൈ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ. എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം മരിച്ചു എന്നാണ് വരേണ്ടത്. ഇവിടെ മരിച്ചു എന്ന വാക്ക് ഏതാണ്? വെൻ്റ് അവേ, പാസ്ഡ് അവേ, മൂഡ് അവേ, സെറ്റ് അവേ. ഉത്തരം പാസ്ഡ് അവേ ആണ്. പാസ്ഡ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെടുക. ഓക്കെ. ഹെർ മദർ പാസ്ഡ് അവേ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ മരിച്ചു എന്ന അർത്ഥത്തിൽ പാസ്ഡ് അവേ വേണം ചേർക്കാൻ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഓക്കെ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫ്യൂ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാക്കാണ്. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്ന് പറഞ്ഞാൽ ആർക്കും എന്തില്ല, ആൻസർ അറിയില്ല എന്നാണ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡ്, കംപ്ലീറ്റ്ലി നെഗറ്റീവ് വേർഡാണ്. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്നാണ്. ന്യൂവിനെ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് നോ എന്ന് കിട്ടും. ഓക്കെ. അതിനകത്തുനിന്ന് ഓക്സിലറി എടുക്കണം ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി ഡിഡ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ, അതായത് നെഗറ്റീവ് വേർഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, നെഗറ്റീവ് കാര്യമാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇത് ഫ്യൂ എന്ന് പറയുന്ന നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി പീപ്പിൾ എന്ന് പറഞ്ഞു. പീപ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരുപാട് പേര് ചേർന്നില്ല. അപ്പം ദേ എന്ന് ചേർക്കണം. ഡിഡ് ദേ ആണ് ഇതിനകത്ത് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം ഡി ആണ്. ഡിഡ് നോട്ട് ചേർക്കരുത്, കാരണം ഫ്യൂ എന്ന് പറയുന്നത് നോട്ട് ഉണ്ട് എന്നതുപോലെ തന്നെയാണ്. എന്നുവെച്ചാൽ നെഗറ്റീവ്, കംപ്ലീറ്റ്ലി ആ സെൻറ്റൻസിനെ പൂർണ്ണമായും നെഗറ്റീവ് ആക്കി കളയുന്ന ഒരു വാക്കാണ് ലിറ്റിലും ഫ്യൂ ഒക്കെ. ഓക്കെ. എ ലിറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുണ്ട്, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഫ്യൂവും ലിറ്റിലും വന്നാൽ മനസ്സിലാക്കിക്കോണം ഇല്ല. ഓക്കെ ആണോ? 20 ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായോ? അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം വ്യക്തമായി. ഇനി
ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും 2 തവണയെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം.